Hi friends, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചപ്പാത്തിയുടെ റെസിപ്പിയാണ്. ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൊറോട്ട കഴിക്കുന്ന അതേ ഒരു ഫീലാണ്. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്ന അതേ സമയം തന്നെ മതി നമുക്കിത് ഉണ്ടാക്കാനും. അപ്പോൾ ഇതെങ്ങനെ നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗളിൽ ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അളന്നിട്ടല്ല എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മൾ വേറെയും കൂടുതൽ ചേരുവകളൊക്കെ ചേർക്കുമ്പോഴാണ് അളക്കേണ്ട ആവശ്യമുള്ളൂ. ഇല്ലെങ്കിൽ ഇതുപോലെ എടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ ചെറിയ ചൂടുള്ള പാലൊഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. കുഴച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പാല് വേണ്ടാന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഒന്ന് കുഴച്ചെടുത്താൽ മതി. തിളപ്പിച്ച വെള്ളമല്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. പാലും തന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചപ്പാത്തി നല്ല സോഫ്റ്റ് ഉണ്ടാവും എത്ര ഇരുന്നാലും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നല്ല പോലെ ഇനി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിയുടെ മാവിൻ്റെ അത്രയും ടൈറ്റായിട്ട് കുഴച്ചെടുക്കരുത്. നമ്മൾ പൊറോട്ടക്കൊക്കെ മാവ് കുഴക്കുന്ന പോലെ കുറച്ച് ലൂസായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കുറച്ച് ലൂസായിട്ടുള്ള മാവ് ആകുമ്പോഴാണ് നമുക്ക് പരത്തി എടുക്കുമ്പോഴേ കുറച്ചും കൂടി ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കാം. അപ്പോൾ ഒരുപാട് ഓയിൽ ഈ സമയത്ത് നിങ്ങൾ ചേർക്കേണ്ട. ഒരു ടീസ്പൂൺ ഓയിൽ അത്രയും മതി. ഈ ഓയിലിന് പകരം നെയ്യോ ബട്ടറോ വെളിച്ചെണ്ണയോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് വെളിച്ചെണ്ണ തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക. കറിയൊക്കെ ഉണ്ടാക്കുന്ന അത്രയും സമയം ഒന്ന് വെച്ചാൽ മതി. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷമാണ് ഞാനിപ്പോൾ തുറന്നിട്ടുള്ളത്. ഇനി നമുക്കിത് കുറച്ച് ചെറിയ ഉരുളകളാക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. വലിപ്പമൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. ഇനി ഒരു ബൗളിൽ ഞാൻ കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അളന്നിട്ടൊന്നുമല്ല എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മുടെ ഗോതമ്പ് മാവ് തന്നെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഗോതമ്പ് മാവോ മൈദയോ അരിപ്പൊടി എന്ത് വേണേലും മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് പൊടിയിട്ടിട്ട് ചപ്പാത്തി പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ കുറച്ച് സോഫ്റ്റ് ആയത് കാരണം തന്നെ നമ്മൾ കുഴൽ വെച്ചിട്ടൊന്ന് പരത്തിയിട്ട് കൈ വെച്ചിട്ടൊന്ന് വലിച്ചു കൊടുത്താൽ തന്നെ നല്ല പോലെ വലിഞ്ഞ് കിട്ടും. ഇനി നമുക്ക് ആ ഒരു ഓയിലിൻ്റെ മിക്സ് ഇതിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് പൊടി ഇട്ട് കൊടുക്കുന്നതിന് പകരമാണ് നമ്മളിത് പൊടി രണ്ടും മിക്സ് ചെയ്തിട്ടുള്ളത്. ഇനി രണ്ട് ഭാഗത്തുനിന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് നമ്മൾ വീണ്ടും കുറച്ച് ഓയിലിൻ്റെ ആ ഒരു മിക്സ് തേച്ചതിന് ശേഷം ഇതുപോലെ സ്ക്വയറാക്കിയിട്ടൊന്ന് മടക്കിയെടുക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാം കേട്ടോ. നമ്മൾ സാധാരണ ചപ്പാത്തി ഒരു പ്രാവശ്യമേ പരത്താറുള്ളൂ. ഇത് നമ്മൾ ഇതുപോലെ ഒന്ന് പരത്തിയിട്ടൊന്ന് മടക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ രണ്ടാമതൊന്നുകൂടെ പരത്തണം. ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ എക്സ്ട്രാ ആയിട്ടുള്ളൂ. എന്നാലും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്നൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ എപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കൊരു ചേഞ്ചിന് വേണ്ടി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് രണ്ടാം പ്രാവശ്യം ഒന്നുകൂടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ ഉരുളകളും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് പരത്തിയതിന് ശേഷം ഓയിലിൻ്റെ ആ ഒരു മിക്സ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 4 ഭാഗത്തുനിന്ന് ഇതുപോലെ മടക്കിയെടുത്തിട്ട് ഒരു സ്ക്വയറാക്കിയിട്ട് മടക്കിയെടുക്കുക. വീണ്ടും നമ്മൾ കുറച്ച് പൊടി ഇട്ടിട്ട് നല്ല കനം കുറച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കുക. പിന്നെ നമ്മൾ തവ പാനോ ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലിട്ടിട്ട് സാധാരണ ചപ്പാത്തി ചുട്ടെടുക്കുന്ന പോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഒരുപാട് അങ്ങോട്ട് ചൂടാക്കിയതിന് ശേഷം പിന്നെ ഒന്ന് കുറച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ ഒരു ഭാഗം ഒന്ന് റെഡിയാകുമ്പോൾ തിരിച്ചിട്ടിട്ട് വീണ്ടും നമ്മൾ 2 ഭാഗം ഒന്ന് പൊങ്ങി വരുന്ന സമയത്ത് കുറച്ച് ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഓയിൽ തന്നെയാണ് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓയിൽ ഒട്ടും വേണ്ട എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ വേണ്ട കേട്ടോ, ഒഴിവാക്കുക. അപ്പോൾ 2 ഭാഗം നല്ല പോലെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിത് തവയിൽ നിന്ന് കോരി മാറ്റാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചപ്പാത്തിയാണ്. നമ്മൾ പൊറോട്ട ഉണ്ടാക്കുന്ന അത്രയും സമയമൊന്നും നമുക്കിതിന് ആവശ്യമില്ല. പക്ഷേ പൊറോട്ടേനേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ചൂടോട് കൂടി തന്നെ കഴിക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. നല്ല മൊരിച്ചിട്ട് അങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും. ഇനി നമ്മൾ ചുട്ട് വെച്ചാലും ബലമൊന്നും വെക്കൂല, നല്ല സോഫ്റ്റായിട്ടാണ് ഉണ്ടാവുക. ഇത് നമ്മൾ പാലിൽ കുഴച്ചെടുത്തുകൊണ്ട് തന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ 2 ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്നായി വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഓയിലൊന്ന് മുകളിൽ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മുകൾ ഭാഗം നല്ല മൊരിഞ്ഞിട്ടായും കിട്ടുക. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. മടക്ക് ചപ്പാത്തിന്നോ മടക്ക് പറാത്താന്നോ ഒക്കെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് മൈദയിലും ചെയ്യുക ഗോതമ്പിലും ചെയ്യുക, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ ചുട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല ലെയറുകളായിട്ടാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതൊന്ന്
മുറിച്ചിട്ട് കാണിക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.